ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കൊച്ചി വീട്ടിലെത്തിയതിന് ശേഷമുള്ള വെരി നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ വരെ ഉള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് പ്ലീസ് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നലെ വരെ നമ്മൾ നമ്മുടെ നാട്ടിലായിരുന്നു, വെക്കേഷനിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ എത്തി. വൈകുന്നേരം എത്തിയ പാടെ തന്നെ ഞാൻ കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചോറും കാര്യങ്ങളും ഒന്നും ഇല്ല, ജസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പൊന്തി വരുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വേഗം അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 10-25 ദിവസത്തെ ക്ഷീണം മൊത്തം ഒന്ന് ഉറങ്ങി തീർത്ത പോലെയായിരുന്നു കേട്ടോ. നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ വേഗം ഇഡ്ഡലിയാക്കി. ഇനി കറി വെക്കാൻ കുറച്ച് ഉള്ളി മാത്രമേ ഇരിപ്പുള്ളൂ, വേറെ ഒന്നും ഇരിപ്പില്ല കേട്ടോ. മുട്ടയുണ്ട്. അപ്പോൾ എന്ത് കറി വെക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഇഡ്ഡലി വേകുന്നിടം വരെ ഞാൻ കുറച്ച് ക്ലീനിങ് ബാക്കി ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ വന്നിട്ട് ബാക്കി എല്ലായിടവും ക്ലീൻ ചെയ്തു. വിളക്ക് കത്തിക്കുന്നിടം കുളിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇട്ടിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ അതും എല്ലാം ക്ലീൻ ആക്കി. അപ്പോഴത്തേക്ക് ഇഡ്ഡലി വെന്തു. കുറച്ച് ഉള്ളിയും മുളകും ഉപ്പും കൂടെ പൊട്ടിച്ച് അതും എടുത്തു. പിന്നെ ഇത് മുളക് കറിയാണ്. മുളക് ചാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇഡ്ഡലിക്കൊക്കെ കഴിക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ കുഞ്ഞുള്ളിയും മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ കറിയാണ്. നമ്മുടെ ഇഡ്ഡലി നല്ല പഞ്ഞിക്കെട്ട സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കറി അങ്ങ് ഒഴിക്കുമ്പം ഫുള്ള് കറി ഇഡ്ഡലി അങ്ങ് അബ്സോർബ് ചെയ്യും, പഞ്ഞി പോലെ. അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എനിക്ക് കറി വെക്കാൻ പെട്ടെന്നൊന്നും തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് അമ്മ പറഞ്ഞൊരു ഐഡിയ ആണ്. അമ്മ പറഞ്ഞു, നമ്മൾ വീട്ടിൽ പണ്ട് ഉണ്ടാക്കുന്ന പോലത്തെ കറി ഉണ്ടാക്കി കൂടിയെന്ന്. ഇവിടെ പക്ഷേ ഞാൻ എപ്പോഴും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് മറന്നു കിടക്കുന്നൊരു കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അതുണ്ടാക്കി ഒരു മുട്ടയും കൂടെ പുഴുങ്ങി അത് കഴിച്ചു. അപ്പം തന്നെ നമുക്കൊരു ആശ്വാസമായി. ഇനി നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും മേടിക്കണ്ടേ. അപ്പം നേരെ ക്യാൻറ്റീനിൽ പോകാമെന്ന് കരുതി. അപ്പം നമ്മൾ മെയിൻ ക്യാൻറ്റീനിൽ പോകാതെ ഇവിടെ അടുത്തൊരു ചെറിയൊരു ക്യാൻറ്റീനുണ്ട്, അവിടെ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു. കാരണം ലീവിന് പോകുന്നതിന് മുമ്പില്ലേ നമ്മൾക്ക് ഏകദേശം ലീവ് ഗ്രാൻഡ് ആവുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് സാധനങ്ങളൊന്നും മേടിക്കില്ല. കാരണം ഒരു മാസമൊക്കെ ലീവ് എടുക്കുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നാശമായി പോകാൻ തുടങ്ങും. അപ്പോൾ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ തീർത്ത് കൊണ്ടുപോകാം. മാക്സിമം വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രോസറിയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വൃത്തിയായിട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും പോവുക. വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കൂടെ തുടച്ചിട്ട് സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാം. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് ബസ്മതി ജീരകശാല റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കുറച്ച് ഗീ റൈസും മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചു. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ കിടന്നൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷമാണ് പിന്നെ പച്ചക്കറി മേടിക്കാനായിട്ട് രണ്ടാമത് പോയത്. പച്ചക്കറി എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം വീട് ഫുള്ളൊന്ന് പുകച്ചു കേട്ടോ. കുറേ ധൂപത്തിയെല്ലാം വെച്ചിട്ട് പുകച്ചു. കൊതുകുതിരിയുടെ സ്റ്റാൻഡാണെങ്കിലും അതിൽ കത്തിച്ച് വെച്ചിരിക്കുന്നത് ധൂപത്തിയാണ്. അപ്പോൾ നല്ല മണവും പുകയൊക്കെയാണ്. കാരണം ഒരു മാസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുന്നു. പിന്നെ മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു കുമിർച്ചയെല്ലാം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫുള്ള് വീടെല്ലാം പുകച്ചു. അതിനുശേഷം ഫുൾ ക്ലീനായി, വീട് ഫുള്ള് ക്ലീൻ ആയല്ലോ. അപ്പോൾ നാളെ നമ്മൾ വിളക്കെല്ലാം കൊളുത്താണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ശമ്പൂട്ടിന് വേണ്ടി പറശ്ശിനിയിൽ നിന്ന് ഒരു കുഞ്ഞു വിളക്കും അതേപോലെ കുഞ്ഞൊരു കിണ്ടി മാനാത്തൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുമ്പത്തെ ലീവിന് മേടിച്ചൊരു കുഞ്ഞു പറയുണ്ട്. അതെല്ലാം അടക്കി വെച്ചിട്ട് അവനും വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും അവൻ്റെ വിളക്ക് കൊളുത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് 2 വിളക്ക്. ആ 2 വിളക്ക് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കൈവിളക്ക് ഇന്ന് കൊളുത്തിയില്ല. അങ്ങനെ അതിനുശേഷം വിളക്കെല്ലാം കൊളുത്തി നാമം ജപിച്ചു. കാരണം കുറേ ദിവസം, ഒരു മാസമായിട്ട് ശമ്പൂട്ടൻ നാമം ജപിച്ചിട്ടേ ഇല്ല. അങ്ങനെ കാരണം വീട്ടിലല്ലേ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരത്തെ പോലെയല്ലേ. 2 വീട്ടിലും ഇപ്പം അങ്ങനെ നാമം ജപിക്കാറൊന്നും ഇല്ല ആരും. എവിടെയും കുട്ടികളൊന്നും ഇല്ല. എല്ലാവരും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഭക്തിഗാനം വെക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ ചാച്ചി അമ്പലത്തിൽ പോകും, അമ്മ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. കണ്ണൂരെ വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച ഉടനെ ഭക്തിഗാനം വെക്കും. ഈ നാമം ജപിക്കുക എന്നുള്ളൊരു ശീലം ഒരു മാസമായിട്ട് അങ്ങ് പോയി കേട്ടോ. പക്ഷെ ആൾ മറന്നിട്ടൊന്നുമില്ല. അവിടെ നിന്നിട്ട് ചൊല്ലുന്നുണ്ട് ശ്ലോകങ്ങളൊക്കെ. പിന്നെ ഇരുന്ന് സമാധാനത്തിൽ നാമം ജപിച്ച് ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതൊന്നും പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്താണോ ശീലിച്ച് വന്നത് അതുപോലെ ശമ്പൂട്ടിനെ ശീലിപ്പിക്കുന്നു എന്ന് മാത്രം. കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ അൺലേൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. വേണമെങ്കിലല്ല, വേണ്ടെങ്കിൽ. അവന് വലുതാവുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാന്ന് തോന്നുവാണെങ്കിൽ അൺലേൺ ചെയ്ത് കളയാമല്ലോ. അപ്പം ഞാനിങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്തിന് പ്രജി അതിരടി മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളും രശ്മിയേച്ചിയും എല്ലാവരും കൂടെയാണ് മൂവിക്ക് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ബുക്ക് ചെയ്യുന്നത് രശ്മിയേച്ചിയോടും രഞ്ജിത്താനോടും ചോദിച്ചു, ഇങ്ങനെ മൂവി വന്നിട്ടുണ്ട്, നമ്മൾ കാണാൻ വിചാരിക്കുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ നമ്മളും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ മൂവിക്ക് പോകാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക്, നല്ല മഴ. അങ്ങനെ അരിച്ചരിച്ച് അവസാനം ഞങ്ങൾ
തിയേറ്ററിലെത്തി. അവരെത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നേരത്തെ എത്തി, കുറേ നേരത്തെ എത്തിപ്പോയി. കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. കാരണം നല്ല മഴയുണ്ട്, ബ്ലോക്കിൽ പെടും എന്നറിയാം. കാരണം ഇതിന് തൊട്ട് മുമ്പ് ദൃശ്യമാണ് നടക്കുന്നത്. അപ്പം ദൃശ്യത്തിന് ആൾക്കാർ ഇറങ്ങുന്ന ആ ഒരു തിരക്കൊക്കെ കാണുമെന്നറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, തല പൊട്ടി, മുഖമൊക്കെ ഒരു ചാക്ക് കെട്ട് കണക്കിന് അത്രയും വേർതിരിപ്പുണ്ട്. അപ്പം വേഗം അവിടുന്ന് ബ്രജി 2 ചായയൊക്കെ മേടിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. മുഖമൊക്കെ കണ്ട് എടുത്ത് വെച്ച് തലവേദനയും ജലദോഷവും അങ്ങനെ ആയിട്ടിരിക്കും. എന്നാൽ പിന്നെ സിനിമയ്ക്ക് വരാതിരുന്നൂടെ ചോദിക്കരുത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ശംഭുവിന് ഒരു പോപ്കോൺ മേടിച്ച് അവനെ നല്ല ഒരു കമ്പിളി പോലത്തെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. ഞങ്ങളും അതേ സെറ്റ് ഷർട്ടെല്ലാം ഇട്ടിട്ട് വന്നു. അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ സന്തോഷമായിട്ടിരുന്ന് മൂവി കണ്ടു. അതിരടി മൂവിയാണ് കണ്ടത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ മൂവിയൊക്കെ കണ്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വന്നിട്ട് സുഖമായിട്ട് വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു അവധിക്കാലം കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കയറുകയാണ്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാമേ.